ഹായ് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ സാധാരണ പോട്ടി മിക്സ് നിറയ്ക്കുമ്പോൾ മണ്ണിൻ്റെ കൂടെ ഒന്നുകിൽ മണൽ അല്ലെങ്കിൽ ചകിരിച്ചോറ് നമ്മൾ മിക്സ് ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ അതിന് പകരമായിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് ഇതാണ് കേട്ടോ. നമ്മുടെ ഈ മരമൊക്കെ പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പൊടി, നൈസ് പൊടിയുമല്ല എന്നാൽ കട്ടയുമല്ല, മരക്കഷ്ണങ്ങളുമല്ല കേട്ടോ. ഇതേപോലെയുള്ള നമ്മൾ മരം പ്ലെയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന പൊടിയാണ്. ചിന്തേറ് പൊടി എന്ന് പറയും, ഇവിടെയൊക്കെ ഇന്ന് ചിന്തേറ് പൊടി എന്നാണ് പറയുക. ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്കിവിടെ മരപ്പണി നടന്നപ്പോൾ കുറേ കൂടുതൽ കിട്ടി. അപ്പം ഇതിൻ്റെ അടിയിൽ മണ്ണാണ് കേട്ടോ. ഇതിൻ്റെ അടിയിൽ നമ്മൾ മണ്ണിട്ടേക്കുന്നതാണ്. ഈ മണ്ണിൻ്റെ മുകളിലോട്ടാണ് നമ്മളിത് ചിന്തേറുപൊടി ഇട്ട് കൊടുത്തേക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെ മണ്ണാണ്, ഇതിൻ്റെ അടിയിൽ മൊത്തം മണ്ണുണ്ട്. അപ്പോൾ ഈ മണ്ണും ഈ ചിന്തേറുപൊടിയും കൂടി മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ നമ്മൾ വളവും കൂടി മിക്സ് ചെയ്താൽ നമ്മുടെ ഇതേപോലെയുള്ള ചെടികൾക്ക് നമ്മൾ മണ്ണ് അല്ലെങ്കിൽ പോട്ടി മിക്സ് ഇടുന്നതിന് പോലെ തന്നെ ഇതിൻ്റെ മുകളിലോട്ട് അല്ലെങ്കിൽ പോട്ടി മിക്സ് നിറയ്ക്കുമ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത് കൊടുക്കേണ്ട ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് 2-3 പ്രാവശ്യം കഴുകി വാരി കറ കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ മണ്ണിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം അങ്ങനെ കഴുകി വാരി ഞാൻ ഈ മണ്ണിലോട്ട് ഇട്ട് കൊടുത്തേക്കുന്നതാണ്. കുറച്ചും കൂടി നമുക്ക് അവിടെ കുറച്ച് വാരി എടുക്കാനുണ്ട്. അതും നമുക്ക് നന്നായിട്ട് കഴുകി വാരിയിട്ട് വേണം ഈ മണ്ണിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് കണ്ടോ, അതൊക്കെ നനഞ്ഞ് കിടക്കുന്നതാണ്. ഈ മുകളിൽ കിടക്കുന്നതെല്ലാം നനഞ്ഞതാണ് കേട്ടോ. അടിയിലോട്ട് ഇങ്ങനെ ഉണങ്ങി വരും. അത് മണ്ണിലോട്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ പോട്ടി മിക്സിന് വളരെ വെയിറ്റ് കുറയുകയും ചെയ്യും. നമുക്ക് കുറച്ച് മണ്ണ് മതി, ഇത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് മണ്ണ് മതി. നല്ല രീതിയിൽ വളവും ചേർത്ത് നല്ല വേരോട്ടം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ കറ കളഞ്ഞതിന് ശേഷം വേണം ഇത് ഉപയോഗിക്കാനായിട്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഇതുപോലെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോട്ടി മിക്സ് നിറയ്ക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും.